ഞാൻ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. രമേശ് പിഷാരടി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കൊളീഗായിട്ട് അറിയാം. അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റിൻ്റെ പുറത്താണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം എന്നെ ഒരുപാട് തവണ വിളിച്ച് സംസാരിച്ചു. അവസാനം ഞാൻ വിചാരിച്ചു ഇത്രയും തവണ വിളിച്ച് സംസാരിക്കുന്ന ആളല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കാരണമാണ് ഞാൻ പറഞ്ഞത് ശരി ചേട്ടാ സംസാരിക്കാമെന്ന്. അങ്ങനെയാണ് രമേശ് ചേട്ടൻ സംസാരിച്ചത്. സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അൻസിബ മാപ്പ് എഴുതി കൊടുക്കണം. ഇത് എവിടുത്തെ ന്യായമാണ്? അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരാതിക്കാരി മാപ്പ് എഴുതി കൊടുക്കണത്ര, ഇനി പരാതി പറയൂല എന്ന്. ഇത് വെള്ളരിക്കാ പട്ടണോ? അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് ഞാൻ ആ ഓഡിയോ കേട്ടപ്പോഴാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ചു വന്നത്. അദ്ദേഹത്തിനെ തകർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്. അതിനകത്തെ മോശം പരാമർശങ്ങളെല്ലാം അവർ നടത്തിയത് മാറ്റിക്കൊണ്ട് അതിനകത്ത് ദുബായി കൊണ്ടുപോയ വ്യക്തിയുടെ പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മാത്രം അപമാനിക്കാനായിട്ട് നടത്തിയതാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളെല്ലാവരും അത് തെറ്റാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇല്ല, മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അമ്മയെ തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഇടപെടാമെന്ന്. മറ്റു കാര്യങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, അത് പറയല്ലേ ഞങ്ങൾ. പക്ഷെ ഇത് അവരിങ്ങോട്ട് നടത്തിയാണോ ഇവരങ്ങോട്ട് പോയി ഡീല് വെക്കുന്നത് നമുക്കറിയാം, അന്വേഷിക്കണം, നമുക്കറിയില്ല. അതാ പറഞ്ഞ ഒരു തരത്തിലും അവരുടെ രാഷ്ട്രീയം അമ്മയിലും നടത്തിയിട്ടില്ല. ഇവർ മാത്രമാണല്ലോ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. അവരാരും ഇപ്പൊ ലക്ഷ്മി പ്രിയ തന്നെ പറഞ്ഞു, സിദ്ദിഖിന്റെ രാഷ്ട്രീയം പറഞ്ഞു, ജഗദീഷിന്റെ രാഷ്ട്രീയം പറഞ്ഞു, പിഷാരടിയുടേത് പറഞ്ഞു, ഓരോരുത്തരുടെ മമ്മൂക്കയുടേത് പറഞ്ഞു. പക്ഷെ അവരാരും അമ്മയിൽ അങ്ങനെ രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, എല്ലാരും ഒരുപോലെ. അങ്ങനെയാണ് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മത തീവ്രവാദിയാണെന്ന് മറ്റൊരാൾക്കും വേറൊരാളെ കുറിച്ച് പറയുന്നത്? അത് കണക്ക് പ്രശ്നമാണ്. രാജിവെച്ചത് ഞങ്ങൾ കുറച്ചു പേര് അൻസിബയുടെ വിഷയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല.